അപ്പോൾ ഗൈസ് നമുക്കൊരു മന്തി കഴിക്കാനായിട്ട് കലത്തിൽ പോയാലോ? ഒരു കടയുടെ പേരാണ് കലത്ത്. അവരുടെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് മധുഹൂത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കടയുടെ പേര് തന്നെ കലത്ത് മധുഹൂത്ത് എന്നാണ്. മധുഹൂത്ത് എന്ന് വെച്ചാൽ ഒരു അറബിക് ഡിഷാണ്. കുക്കറിനകത്ത് അരിയും അവരുടെ ആയിട്ടുള്ള സ്പെഷ്യൽ മസാലയും കോഴിയും എല്ലാം കൂടിയിട്ട് വേവിച്ച് എത്രയോ വിസിലടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് തരും. പക്ഷേ ഒരു കിടുക്കാച്ചി ടേസ്റ്റ്. സാധാരണ നമ്മൾ എല്ലാ കടയിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ റൈസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഷവായ അൽഫാമൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും വേണ്ടാതെ നമ്മളിവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മധുഹൂത്ത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും വ്യാഴാഴ്ചത്തെ ഫുഡ് കൊച്ചാപ്പാട വക നമുക്ക് ഫ്രീയാണ്. ഞങ്ങളെല്ലാവരും 6 പേരുള്ളത് കൊണ്ട് ഒരു ഫുള്ളും ഒരു ഹാഫും കൂടെ ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഓർഡർ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ കടയ്ക്കകത്ത് നല്ലൊരു ഇരിപ്പിടം കണ്ടെത്തി അവിടെ ഇരുന്നു എല്ലാവരും കൂടെ. നൈസായിട്ട് ഏകദേശം 20 മിനിറ്റ് എടുക്കും നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം മധുഹൂത്ത് റെഡി ആയിട്ട് വരാൻ തന്നെ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഈ മധുഹൂത്തിൻ്റെ മണം നമ്മുടെ മൂക്കിലടിച്ചത് കൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. നല്ല ചൂടോടെ പ്ലേറ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ സുപ്രയിലേക്ക് നേരെ തട്ടിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് അതിനകത്ത് സെറ്റായിട്ടിരിക്കുക. ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല വലിയ പീസാണെങ്കിലും ഫുള്ള് നല്ല വെന്ത് ആ മസാലയൊക്കെ ശരിക്കും കയറി സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ ഫുള്ള് ഹാഫും തന്നെ തികയുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമേ ഒരു ഹാഫ് ഷവായം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് നൈസായിട്ട് അങ്ങ് തുടങ്ങി. സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഒരു മധുഹൂത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. ഇവരുടെ സ്പെഷ്യൽ മസാലയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അല്ല, ചിക്കനൊക്കെ ആണെങ്കിലും നല്ല വെന്ത് നമ്മൾ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന പോലെ തന്നെ രീതിയിൽ വെന്തിട്ട് ചിക്കനൊക്കെ നല്ല വെന്ത് എല്ലിൽ നിന്ന് വിട്ട് മാറുന്ന പരുവത്തിൽ നല്ല വെൽ കുക്കഡായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് അവർ റെഡ് ചില്ലിയുടെ സോസ്, സവാള, പച്ചമുളക്, നാരങ്ങ, പിന്നെ സാധാരണ നമ്മുടെ സോസുമാണ് തരാറ്. ഈ സംഭവം അതേ ചൂടോടുകൂടി നമ്മൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കൊള്ളത്തില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയാവും. ഇതിന് പ്രത്യേകിച്ച് കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഓൾറെഡി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പരുവത്തിലാണ് വരുന്നത്. ഇനി ഷവായ ആണെങ്കിൽ അൽഫാം ആണെങ്കിലും മധുഹൂത്താണെങ്കിലും അതിൻ്റെ കൂട്ടത്തിലെ ഒരു പച്ചമുളകും സവാളയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആദ്യമേ ഷവായ പറഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെയും വിശപ്പ് ബാക്കി ചെയ്യുന്നതിനെ. കട ഏകദേശം അടച്ച മട്ടായിരുന്നു. നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തിരുന്നത് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ ഷവായ അൽഫാം ഒന്നും ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഷവായ ആണെങ്കിലും അൽഫാം ആണെങ്കിലും എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മധുഹൂത്ത് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവരുടെ തന്നെയുള്ള സ്പെഷ്യൽ വേറെ കുറച്ച് ഡിഷസ്, കുനാഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പോരായ്മയെന്ന് പറയാൻ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അങ്ങനെ വേറെ പോരായ്മയായിട്ടൊന്നും പറയാനില്ല. ചിക്കനൊക്കെ ആണെങ്കിലും നല്ല വെന്തിട്ടുണ്ട്, മസാലയൊക്കെ കറക്റ്റാണ്. പക്ഷെ എന്തോ മധുഹൂത്തിൻ്റെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഈ ഷവായിക്കാണെങ്കിൽ നമുക്കിവിടെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ആദ്യമേ കഴിച്ചത് കൊണ്ടായിരിക്കണം നമുക്ക് രണ്ടാമത് ഈ ഷവായ കഴിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഓരോ സവാളയോ പച്ചമുളകോ ഇതുപോലെ നൈസായിട്ട് എടുത്ത് കടിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും സാധനം ഒരുമിച്ച് അവിടുന്ന് അന്ന് ഓർഡർ ചെയ്തുകൊണ്ട് അവർ അന്നത്തെ ഓഫർ പ്രകാരം നമുക്ക് 2 കുനാഫ കോംപ്ലിമെൻ്റ് ആയിട്ട് അവിടുന്ന് കിട്ടിയായിരുന്നു. തിന്നുന്നവർക്ക് അധികം ബോറടിക്കാത്ത നല്ല വലിയൊരു മധുരം ഇല്ലാത്തൊരു നല്ല കുനാഫ ആയിരുന്നു കേട്ടോ. വലിയ മധുരവും ഇല്ല, എന്നാൽ ഒട്ട് മധുരക്കുറവും അല്ല എന്നുള്ള രീതിയിൽ ഒരു നല്ല കുനാഫ. ആ കുനാഫയുടെ ഉള്ളിലാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ഒരു ഫ്രഷ് ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കടയെക്കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്നാലും പറയും. അപ്പോൾ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഫുഡും കാര്യങ്ങളൊക്കെ നീറ്റാണ്, വൃത്തിയാണ്, നല്ല ടേസ്റ്റ് ആണെങ്കിൽ പോലും ഇവരുടെ കസ്റ്റമർ സർവീസ് എനിക്ക് പേഴ്സണലി അങ്ങോട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇവരുടെ കസ്റ്റമർ സർവീസ് എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മധുഹൂത്ത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ പോയി ഒന്ന് മധുഹൂത്ത് ഒന്ന് ട്രൈ ചെയ്യണം. ഇവരുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് മധുഹൂത്ത്. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമീസിൽ നിന്നും മദീന അസ്കരി പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടയുടെ ലൊക്കേഷനെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമ.